മഴ തോരും മുമ്പേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ മനുവാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് പോകണമെന്ന് ഇത്രയും വാശിയും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്? നിനക്ക് ഇവിടെ നിന്നാൽ പോരെ? ഇവിടെ നിനക്ക് നല്ല സ്നേഹവും കരുതലൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ മനുവേട്ട, ഇവിടെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞാനാണ് എന്ന് പറയുന്നു. ഞാൻ പോയില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ ജീവിതം അമ്മയില്ലാതെയായി പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ മതിയാവുകയുള്ളൂ. അതിൽ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല എന്ന് നമ്മുടെ മനുവിനോട് അലീന പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ബാലചന്ദ്രൻ്റെ അടുത്ത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അലീനയും ശാലിനും വൈജയും തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ, ഇവർ തമ്മിൽ രഹസ്യം തിരിച്ചറിയാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ, എങ്കിൽ ഇങ്ങനെ നിങ്ങൾ മനുവിനെയും നമ്മുടെ അലീനയും അങ്ങോട്ട് ഒന്നിപ്പിക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോൾ അവൾ അവിടെ നിൽക്കും, വൈജയ്ക്ക് ഇവിടെ നിൽക്കാം, സ്റ്റാലിൻ ഇങ്ങോട്ട് വരികയുമില്ല. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ മിസ്റ്റർ ശിവൻ എന്ന് ചോദിക്കുന്നു. സാധ്യമല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഇഷ്ടം, മേലിൽ എൻ്റെ തീരുമാനത്തിൽ കൈയടത്താനായിട്ട് ആജ്ഞാപിക്കാനായിട്ട് അപേക്ഷയുമായിട്ട് നിങ്ങൾ കടന്നു വരേണ്ടതില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, ശിവൻ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കണ്ട് തന്നെ കാണണോട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.